ഇന്ന് നാം വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ശിരച്ഛേദനത്തിന്റെ ഓർമ്മപുതുകൾ ആചരിക്കുന്നു. ജൂൺ 24 സ്നാപക യോഹന്നാന്റെ ജനന തിരുനാളും സഭ ആഘോഷിക്കുന്നുണ്ട്. വിശുദ്ധരുടെ ഗണത്തിൽ നിന്നും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും സ്നാപക യോഹന്നാന്റെയും മാത്രമാണ് ജനന തിരുനാൾ ആഘോഷിക്കപ്പെടുന്നത്. മറ്റെല്ലാ വിശുദ്ധരുടെയും മരണത്തിന്റെ ഓർമ്മപുതുകൾ തിരുനാളാണ് നാം ആഘോഷിക്കുന്നത്. വിശുദ്ധ സ്നാപക യോഹന്നാൻ കൊല്ലപ്പെടുവാനുള്ള സാഹചര്യങ്ങളെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ വിവരിക്കുന്നത്. സ്വന്തം സഹോദരന്റെ ഭാര്യയായിരുന്ന ഹെറോദിയയെ അവളുടെ ഭർത്താവ് ജീവിച്ചിരിക്കെ അന്യായമായി സ്വന്തമാക്കിയത് തെറ്റാണെന്ന് രാജാവിന്റെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം വിശുദ്ധ സ്നാപക യോഹന്നാൻ കാണിച്ചു. യോഹന്നാനെ പിടികൂടിയ തടവിലാക്കുവാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്ത ഹെറോദിയ ഹെറോദസിലൂടെ അത് നടപ്പിലാക്കുകയും തന്റെ മകളായ സലോമയിലൂടെ വിശുദ്ധനെ ശിരച്ഛേദനം ചെയ്യുവാനുള്ള അവസരം മുതലാക്കുകയും ചെയ്തു. തിരുസഭയിൽ 4-ാം നൂറ്റാണ്ട് മുതൽ യേശുവിന്റെ പാതയൊരുക്കാൻ വന്നവന്റെ രക്തസാക്ഷ്യത്തിന്റെ ഓർമ്മപുതുക്കൽ വിശുദ്ധന്റെ ശരീരം സമരിയായിലാണ് അടക്കം ചെയ്തിരുന്നത്. 362 വിജാതീയർ വിശുദ്ധന്റെ ശവകുടീരം ആക്രമിക്കുകയും തിരുശേഷിപ്പുകൾ കത്തിച്ചു കളയുകയും ചെയ്തു. അതിൽ കുറച്ചു ഭാഗം മാത്രം അവിടുത്തെ സന്യാസിമാർ സംരക്ഷിക്കാൻ കഴിഞ്ഞുള്ളൂ. അത് പിന്നീട് അലക്സാണ്ട്രിയയിലെ വിശുദ്ധ അത്താനിയൂസിന് അയച്ചുകൊടുത്തു. സഹനങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിച്ച സ്നാപക യോഹന്നാന്റെ ശക്തിയും ഉന്നതിയും മഹത്തായിരുന്നു. സ്വർഗീയ സമാധാനത്തിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് അവൻ പ്രഘോഷിച്ചത്. എന്നിട്ടും അധർമ്മികൾ അവനെ ചങ്ങലക്കിട്ടു. ശാശ്വതമായ ആനന്ദമായിരിക്കും അതിന്റെ പ്രതിഫലമെന്ന് യോഹന്നാൻ അറിയാമായിരുന്നു.